ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു സ്ത്രീക്ക് ഹൈലുണ്ടായി എന്നാൽ ഹൈലുണ്ടാവുമ്പോൾ പലർക്കും പലതരത്തിലാണ്. ചിലർക്ക് വേദന അനുഭവപ്പെടുന്നവരുണ്ടാവും, പല പ്രയാസങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഒരു പെണ്ണിന് ഹൈലുണ്ടായി കഴിഞ്ഞാൽ ആ ഹൈല് അവരുടെ ജീവിതകാലത്ത് കഴിഞ്ഞുപോയ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ് ഹൈല് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മനസ്സിലായോ? ഹൈല് എന്ന് പറഞ്ഞാൽ അത് ഒരു സ്ത്രീയുടെ ജീവിക്കുന്ന സമയത്ത് അവളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ് ഹൈല് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഈ ഹൈലുണ്ടാകുന്ന സമയത്ത് പ്രത്യേകമായി ചെല്ലാനുള്ള ദിക്റ് നബി തങ്ങൾ പറഞ്ഞു, സ്ത്രീകൾ അശുദ്ധിയിലായിരിക്കുമ്പോ ആ ദിവസങ്ങളിൽ ആരെങ്കിലും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കും. ഈ ഒരു ചെറിയ ദിക്ർ ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ അവരുടെ ജീവിതത്തിൽ വന്ന എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കും. മാത്രമല്ല, നരകത്തെ തൊട്ട് അല്ലാഹു തആല അവളെ വിദൂരമാക്കും. നരകം അവൾക്ക് ഹറാമാക്കും. നരകം അവൾക്ക് ഒഴിവാണെന്ന് പറഞ്ഞാൽ നരകം അവൾക്ക് ഹറാമാണ്. മാത്രമല്ല, സിറാത്ത് പാലം അവൾ ഇടിമിന്നൽ വേഗതയിൽ വിട്ടുകിടക്കും. നരകത്തെ തൊട്ട് അല്ലാഹുവിന്റെ ശിക്ഷയെ തൊട്ട് അവൾക്ക് പേടിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ പെണ്ണിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസങ്ങളുടെ രാപ്പകലിൽ 40 ഷഹീദിന്റെ പദവി അല്ലാഹു തആല ഉയർത്തി കൊടുക്കും. അതിന് ഈ ദിക്ർ ചൊല്ലിയാൽ നബി മുഹമ്മദ് മുസ്തഫ